ഹായ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഇന്ന് ഞാൻ വന്നത് തിയറി ക്ലാസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഓർഗാനിക് പ്രാക്ടിക്കൽസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനൊക്കെ പറയാം. നിങ്ങൾക്കൊരു റെഗുലർ ക്ലാസ് തുടങ്ങുന്നവരെ ലാബ് കണ്ടക്ട് ചെയ്യാൻ നമുക്ക് മാർഗ്ഗമില്ല, വേറെ നിർവാഹമില്ല. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടെസ്റ്റുകൾ, അതിൻ്റെ കെമിസ്ട്രി ഒക്കെ നിങ്ങൾ പഠിച്ച് തയ്യാറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ടെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ, സ്പീഡിൽ കിട്ടാവുന്ന ക്ലാസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഓർഗാനിക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമുക്ക് പ്രധാനമായിട്ടും 5 കാറ്റഗറിയിലാണ് ടെസ്റ്റ് ഉള്ളത്. ഒന്ന് പ്രിലിമിനറി എക്സാമിനേഷൻ, അതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, ഒരു ഇൻഡിക്കേഷന് വേണ്ടി മാത്രം. അപ്പോൾ അത് നിങ്ങളുടെ തന്നിട്ടുള്ള ഓർഗാനിക് സ്കീമിൽ നോക്കി നിങ്ങൾ ഏകദേശം മനസ്സിലാക്കുക. അതിൽ വലിയ കെമിസ്ട്രി എന്നുള്ള ഉൾപ്പെടുത്താം, അതിൻ്റെ പേരിൽ നമ്മൾ പറയുന്നില്ല. അത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, വേണമെങ്കിൽ പിന്നീട് പറഞ്ഞു തരാവുന്ന കാര്യമുള്ളൂ. പിന്നെ രണ്ടാമത്തെയാണ് എലമെന്റ് ഡിറ്റക്ഷൻ. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള എലമെന്റ്സിന്റെ ഡിറ്റക്ഷൻ. അതിൽ നമുക്ക് നൈട്രജൻ, സൾഫർ, ഹാലജൻസ്, ഓക്സിജൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാറില്ല, അതിന് കാരണം മുൻപ് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ഇനി അടുത്തതാണ് ഡിറ്റക്ഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഗ്രൂപ്പ്സ്. അതിൽ 3 തരത്തിലുള്ള ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് ഫോർ അരോമാറ്റിസിറ്റി, ആലിഫാറ്റിസിറ്റി, ടെസ്റ്റ് ഫോർ സാച്ചുറേഷൻ, അൺസാച്ചുറേഷൻ. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് ഫോർ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 4ാമത്തെ കാറ്റഗറിയാണ് കൺഫർമേറ്ററി ടെസ്റ്റ്. 5ാമത്തെ ടെസ്റ്റാണ്, അല്ലെങ്കിൽ 5ാമത്തെ കാറ്റഗറിയാണ് സോളിഡ് ഡെറിവേറ്റീവ് പ്രിപ്പറേഷനും, അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കൺഫർമേഷൻ നടക്കും. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ. അപ്പം ഞാനിവിടെ ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്സ് വെച്ച് തുടങ്ങണം. പ്രിലിമിനറി ടെസ്റ്റിന് വലിയ റെലവൻസ് എഴുതണം, നമ്മൾ വലിയ റെലവൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അതിനെപ്പറ്റി മുന്നോട്ട് കാര്യമായിട്ട് പോകുന്നില്ല, പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ സ്കീമിൽ ആ സ്കീം നിങ്ങളൊപ്പം എടുത്തു വയ്ക്കുക, പ്രിന്റ് എടുക്കുക, എഴുതിയെടുക്കുകയും ചെയ്യുക. എന്നിട്ട് അത് പഠിക്കുക. അത് പഠിക്കാൻ കെമിസ്ട്രിയും കുറച്ച് കാര്യങ്ങളും ടെസ്റ്റുകളൊക്കെ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് സമയം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു എലമെന്റ് ഡിറ്റക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലസൈൻസ് ടെസ്റ്റ് എന്ന് വിളിക്കുക. ലസൈൻസ്, ആ സ്പെല്ലിംഗ് നോക്കി. ചിലരിതിനെ ലസഞ്ചസ് ടെസ്റ്റ് എന്ന് പറയുന്നവരുണ്ട്, ലസൈൻസ് ടെസ്റ്റ് എന്ന് പറയുകയാണ് ഇപ്പോഴും നല്ലത്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് ഞാൻ ആദ്യം വായിക്കും, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. എ സ്മോൾ pellet of metallic sodium is melted in an accretion tube along with equal quantity of organic substance, allowed to complete the reaction, then heated strongly to red hot, plunged into a 5 ml distilled water taken in a china dish, ground well, boiled, concentrated to 1 ml, cooled and filtered to get the sodium fusion extract. The resultant solution is known as sodium fusion extract, അല്ലെങ്കിൽ ലസൈൻ solution. With the extract, with the Lazine solution, the following tests are conducted, tests are done. അപ്പോൾ എങ്ങനെയാണ് ലസൈൻ സൊല്യൂഷൻ അല്ലെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് തയ്യാറാക്കുന്ന പ്രോസസ്സാണ് ആദ്യം പറയുന്നത്. ഒരു ചെറിയ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഈർക്കിലിയുടെ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കോലിൻ്റെ അറ്റത്ത് മരുന്നിരിക്കുന്നില്ലേ, അത്രയും പോകുന്ന സബ്സ്റ്റൻസ്, അത്രയും ക്വാണ്ടിറ്റി, അത്രയും സബ്സ്റ്റൻസ് ചെറിയ ടെസ്റ്റ് ട്യൂബ് കിട്ടും. ഏകദേശം ഇത്ര നീളമുള്ളത്, അതായത് ഒരു 2 സെന്റിമീറ്റർ നീളം, ഒരു 2-3 mm ഡയാമീറ്റർ ഉള്ള ചെറിയ ടെസ്റ്റ് ട്യൂബ്, ഗ്ലാസിന്റെ പൊട്ടണ ഗ്ലാസ്സാണ് അത്. അതിൽ നമ്മൾ ഒരു തീപ്പെട്ടിക്കൊല്ലത്തെ മരുന്ന് എത്ര ഉണ്ടാവോ അത്രയും കോമ്പൗണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്, ലിക്വിഡോ സോളിഡോ ആവട്ടെ, അത് അതിലേക്കിടും. അത്രയും തന്നെ ഒരു മെറ്റാലിക് സോഡിയം, ചെറിയ പീസ് മെറ്റാലിക് സോഡിയം മുറിച്ചെടുത്ത് അത് മണ്ണെണ്ണയിലിട്ട് വയ്ക്കുക സാധാരണ. അപ്പം അതിൽ നിന്ന് മണ്ണെണ്ണയൊക്കെ ഫിൽറ്റർ നന്നായിട്ട് തുടച്ച് മണ്ണെണ്ണ കളഞ്ഞ് ഇതിലേക്കിട്ട് ഒരു എന്താ പറയുക, ടോങ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഈ ചവണ പോലത്തെ സാധനം, ടോങ്സ് എന്ന് വിളിക്കുക, പ്ലെയറൊക്കെ പോലെ ഇരിക്കും. അത് വെച്ച് നമ്മൾ ബർണറിൽ ചൂടാക്കി, അപ്പോൾ അവിടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആവും. ഈ മെറ്റാലിക് സോഡിയവും ഓർഗാനിക് കോമ്പൗണ്ടും തമ്മിലുള്ള റിയാക്ഷൻ കംപ്ലീറ്റ് ആവും. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ നല്ല റെഡ് ഹീറ്റ് ആക്കുന്നവരെ ബർണറിലിട്ട് ചൂടാക്കും, അറ്റം നല്ല ചുട്ടുപഴുക്കും. ആ സാധനം, ചുട്ടുപഴുത്ത സാധനം ഈ ചൈന ഡിഷിൽ എന്താ പറയുക, ഒരു 5 ml ഡിസ്റ്റിൽ വാട്ടർ എടുത്ത് അത് ആ ഡിസ്റ്റിൽ വാട്ടറിലേക്ക് ഇതെവിടെ ഇടണം ചെയ്യുന്നത്. ഡെഡ് ഹോട്ട് ആയിരിക്കുമ്പോൾ തന്നെ ഇടണം. അപ്പോൾ അത് പൊട്ടും, ബാക്കി സോഡിയം ഉണ്ടെങ്കിൽ ആകെ പൊട്ടില്ല ചേറിലൊക്കെ റിയാക്ഷൻ നടക്കും. ശ്രദ്ധിച്ച് നിന്നോളണം മേലേക്ക് തെറിക്കാണ്ട്. എന്നിട്ട് അതിനൊന്ന് എന്താ പറയുക, ഒന്ന് പൊടിക്കും, ഗ്ലാസ് ഉപയോഗിച്ച് തന്നെ കുത്തി പൊടിക്കും ഫർദർ റിയാക്ഷൻ. എന്നിട്ട് അതിനെ ബോയിൽ ചെയ്യും. 5 ml എടുത്ത് നമ്മൾ 1 ml ആക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ വരും സൊല്യൂഷൻ.
എന്നിട്ട് അതിനെ തണുപ്പിച്ചതിന് ശേഷം ഫിൽട്ടർ ചെയ്ത് ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കും. ഒരു 1/2 ml ഒക്കെ ഉണ്ടായാൽ മതി. ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ 1 ml ഉണ്ടായത് ധാരാളമായി. ഫിൽട്ടർ പേപ്പർ കുറച്ച് വലിക്കുമ്പോൾ 1/2 ml എങ്കിലും കിട്ടും. അതിൽ നിന്ന് നമ്മൾ 3 പോർഷനാക്കി തിരിക്കും. ആ 3 പോർഷൻ കൊണ്ടാണ് അടുത്ത ടെസ്റ്റുകൾ ചെയ്യാൻ പോണേ. അപ്പോൾ ലെസൈൻ സൊല്യൂഷൻ എന്താണ്, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്താണെന്ന് മനസ്സിലായി കാണുന്ന വിചാരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അത് ഉപയോഗിച്ചുള്ള എക്സ്പെരിമെന്റ് ഇതാണ്. 1 portion of the sodium fusion extract, half its volume of saturated freshly prepared ferrous sulfate solution added, boiled, cooled, and a few drops of FeCl3 was added. Then നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ ഇതാണ്. A blue or green coloration or precipitate is observed. A blue or green coloration or precipitate is observed. അപ്പോൾ അതിൽ നൈട്രജൻ ഉണ്ടെന്ന് അർത്ഥം. ഇനി എന്തുകൊണ്ടാണ് ഈ ബ്ലൂ ഗ്രീൻ കളറേഷൻ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ നിങ്ങൾ പറയും അതാണ് ഈ റിയാക്ഷന്റെ കെമിസ്ട്രി. അപ്പോൾ ഒന്നുകൂടെ നോക്കി ടെസ്റ്റ് എങ്ങനെ ചെയ്യും. To 1 portion sodium fusion extract, half its volume of freshly prepared ferrous sulfate solution added, boiled, cooled, and a few drops of FeCl3 was added. അപ്പോൾ നമുക്കൊരു ബ്ലൂ കളർ കിട്ടിയാൽ മാത്രമേ നൈട്രജൻ പ്രസൻസ് ആവുന്നുള്ളൂ. അതിന്റെ കെമിസ്ട്രി നമ്മൾ അറിയേണ്ടി വരും. ഇനി കെമിസ്ട്രിയിലേക്ക് നമ്മൾ പോണേ. നോക്കൂ, കെമിസ്ട്രി ഓഫ് ടെസ്റ്റ് ഫോർ നൈട്രജൻ. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഈ സോഡിയം, നമ്മൾ എടുക്കുന്ന മെറ്റാലിക് സോഡിയം ഈ കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണും ഓർഗാനിക് കോമ്പൗണ്ട് നൈട്രജനും കൂടി റിയാക്ട് ചെയ്തുകൊണ്ട് സോഡിയം സയനൈഡ് ഫോം ചെയ്യും. മൗസ് മൂവ് ചെയ്ത് നോക്കി മനസ്സിലാവും. സോഡിയം സയനൈഡ്. അങ്ങനെയുള്ള സോഡിയം സയനൈഡും ഫെറസൾഫേറ്റും കൂടി റിയാക്ട് ചെയ്ത് സോഡിയം ഫെറോസയനൈഡ് ഫോം ചെയ്യും. Na4FeCN6. ഒരു കോംപ്ലക്സ് ആണ് സാധനം. ഇതിന്റെ IUPAC നെയിം ഒക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുമായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ കോർഡിനേഷൻ കെമിസ്ട്രി, കോംപ്ലക്സ് കെമിസ്ട്രി. ഇനി ഈ സോഡിയം ഫെറോസയനൈഡ് FeCl3 ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഫെറിക് ഫെറോസയനൈഡ് ഫോം ചെയ്യും. ഫെറിക് ഫെറോസയനൈഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇതൊരു ഡൈ ആണ്, പ്രഷ്യൻ ബ്ലൂ എന്നാണ് ഇതിനെ വിളിക്കുക. ഈ പ്രഷ്യൻ ബ്ലൂക്ക് ഒരു പീകോക്ക് ബ്ലൂ അല്ലെങ്കിൽ പീകോക്ക് ഗ്രീൻ കളർ അതിനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കളറിലുള്ള പ്രസിപ്പിറ്റേറ്റോ ആ കളറിലുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടും. അത് കിട്ടുകയാണെങ്കിൽ ആ സൊല്യൂഷനിൽ എന്തുണ്ടായിരുന്നു, കാർബണോടൊപ്പം നൈട്രജൻ ഉണ്ടായിരുന്നു എന്നാണ് ഇൻഫറൻസ്. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബ്ലൂ കളറേഷൻ ഇസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് പ്രഷ്യൻ ബ്ലൂ ഓർ അതർവൈസ് നോൺ ആസ് ഫെറിക് ഫെറോസയനൈഡ്. ഇതാണ് ഫെറിക് ഫെറോസയനൈഡ്. ഓക്കെ, മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടെസ്റ്റ്, രണ്ടാമത്തെ ടെസ്റ്റ്. Second portion of the extract is acidified with the dilute HNO3, boiled, cooled, and AgNO3 solution was added. White carbonic precipitate soluble in NH4OH. നിങ്ങൾ ഓർഗാനിക് അനാലിസിസ്റ്റ് പോലെ തന്നെ ഈ അനാലിസിസ് ഇൻഓർഗാനിക് അനാലിസിസിലും വരുന്നതാണ്. ഒരു തൈര് പോലുള്ള പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അത് അമോണിയ ഹൈഡ്രോക്സൈഡ് സൊല്യൂബിൾ ആവണമെങ്കിൽ എന്താ, പ്രസൻസ് ഓഫ് ക്ലോറിൻ, ഓർഗാനിക് കോമ്പൗണ്ടിൽ ക്ലോറിൻ ഉണ്ടായിരുന്നെന്ന് അർത്ഥം. ഇനി അത് ചിലപ്പോൾ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആവും. ഈ സ്പൈറിംഗിലി സൊല്യൂബിൾ അമോണിയ ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ അത് ബ്രോമിനാണ്, പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ബ്രോമിനാണ്. ഇനി യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഇൻസൊല്യൂബിൾ ഇൻ NH4OH ആണെങ്കിൽ ഇത് പ്രസൻസ് ഓഫ് അയോഡിൻ. ഈ അയോഡിനും ബ്രോമിനും ഒക്കെ വളരെ റെയറാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള കോമ്പൗണ്ട് അനലൈസ് ചെയ്യാനില്ല, ആകെ ക്ലോറിനെ ഉണ്ടാവുള്ളൂ. അത് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ പ്രധാന സംഗതി എന്ന് പറയുന്നത് ഇവിടെ ഡൈല്യൂട്ട് HNO3 വെച്ച് അസിഡിഫൈ ചെയ്യാൻ മറക്കരുത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷനിൽ നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുമ്പോൾ അതിൽ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് സിൽവർ ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡോ ഒക്കെ എക്സസ് ഒക്കെ ഉണ്ടാവാം. സിൽവർ ഹൈഡ്രോക്സൈഡിന്റെ ഫോർമേഷൻ അതിലുണ്ടാവാം, അല്ലെങ്കിൽ സിൽവർ സയനൈഡിന്റെ ഫോർമേഷൻ ഒക്കെ ഉണ്ടാവാം. അപ്പം അത് ഈ നമ്മൾ AgCl ആഡ് ചെയ്യുമ്പോൾ AgNO3 ആഡ് ചെയ്യുമ്പോൾ ഈ AgOH പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വൈറ്റ് കർഡി പ്രസിപ്പിറ്റേറ്റ് ആണ്, ഒരു ഒപ്പൈലസെൻസ് ആണ്, ഒരു എന്താ പറയുക, ഒരു മോഡൽ, ഒരു കർഡി പോലെയുള്ള ഒരു അപ്പിയറൻസ് കിട്ടും. പ്രസിപ്പിറ്റേറ്റ് തെറ്റിയിരിക്കും. അപ്പോൾ ഡൈല്യൂട്ട് HNO3 ആഡ് ചെയ്താൽ അങ്ങനെ ഫോർമേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഡൈല്യൂട്ട് HNO3 ഇസ് എ മസ്റ്റ്. കുറച്ചൊഴിച്ചാൽ മതി. അസിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 1-2 ഡ്രോപ്പ് അസിഡിക് മീഡിയം വരുന്നവരെ. ഇനി അതിന്റെ കെമിസ്ട്രി എന്താണെന്ന് നോക്കാം. നോക്കൂ, ക്ലോറിൻ ആണെങ്കിൽ വരുന്ന കെമിസ്ട്രി ഇതാണ്. സോഡിയം ആ മെറ്റലിലെ അല്ലെങ്കിൽ ആ എലമെന്റിൽ ഉണ്ടാകുന്ന ക്ലോറിൻ കൂടി കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യും. ഈ സോഡിയം ക്ലോറൈഡ് നമ്മൾ AgNO3 ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അതിൽ നിന്ന് AgCl പ്രസിപ്പിറ്റേറ്റ്, ഇത് വൈറ്റ് കാർഡി പ്രസിപ്പിറ്റേറ്റ്, അതാണ് നമുക്ക് അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടണേ. അപ്പോൾ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ക്ലോറിൻ ഉണ്ടായിരുന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ബ്രോമിൻ Na+Br, NaBr,
NaBr AgNO3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ AgBr ഫോം ചെയ്യും. ഇത് പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. ആനക്കൊമ്പിൻ്റെ ഒക്കെ നിറം ഓഫ് വൈറ്റ് കളറാണ്. പക്ഷെ അത് അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂബിൾ ആവില്ല. ഇത് രണ്ടും കണ്ടാൽ ഏകദേശം ഒരുപോലെ നമുക്ക് കണ്ടറിയില്ല. ഇത് നല്ല വെള്ളയും ഇത് ചെറിയ ഡാർക്ക് കളർ ഓഫ് വൈറ്റ് കളറാണ്. അപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇതിൽ NH4 വായിച്ച് ഒഴിച്ച് നോക്കി ഡിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പാണ്. ഇത് സ്പെയറിംഗ്ലി സൊല്യൂബിൾ ആണ്, നമുക്ക് കണ്ടറിയില്ല. ഇത് ഡിസോൾവ് ചെയ്യില്ല, നമുക്ക് മുഴുവൻ ഡിസോൾവ് ചെയ്യില്ല, വളരെ കുറച്ച് ഡിസോൾവ് ചെയ്യുള്ളൂ. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്തില്ലെങ്കിൽ അത് ഇതാവും, ഡിസോൾവ് ചെയ്താൽ ഈ ക്ലോറിൻ ആയിരിക്കും. ഇനി അയോഡിൻ ആണെങ്കിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, അത് യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് ആണ്, സെയിം റിയാക്ഷൻ ആണ്. അത് നമുക്ക് ബ്രോമിനും അയോഡിനും അനാലിസിസിനും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഇനി സൾഫറിൻ്റെ ടെസ്റ്റാണ് അടുത്തത്, മൂന്നാമത്തെ ടെസ്റ്റ്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വെച്ച് മൂന്നാമത്തെ ടെസ്റ്റാണ്. ടു എ തേർഡ് പോർഷൻ ഓഫ് ദ എക്സ്ട്രാക്ട് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് freshly prepared sodium nitroprusside solution is added. Sodium nitroprusside solution. അങ്ങനെ ഈ സോഡിയം നൈട്രോപ്രസൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ വയലറ്റ് കളറേഷൻ കിട്ടുകയാണെങ്കിൽ അത് സൾഫറാണ്. അതിൻ്റെ കെമിസ്ട്രി ഇതാണ്. ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണും നൈട്രജനും ഒക്കെ ഉണ്ടെങ്കിൽ അത് സോഡിയം സയനൈഡ്, ഇത് നൈട്രജൻ്റെ ടെസ്റ്റാണ്, നമ്മൾ അടുത്ത പറയണം. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ സൾഫർ ഉണ്ടായിരുന്നെങ്കിൽ ഈ സോഡിയവും സൾഫറും കമ്പൈൻ ചെയ്ത് സോഡിയം സൾഫൈഡ് ഫോം ചെയ്യും. ഈ സോഡിയം സൾഫൈഡ് സോഡിയം നൈട്രോപ്രസൈഡ് എന്ന് പറയുന്ന ഈ കോംപ്ലക്സ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ നോക്കി, ഇവിടുത്തെ ഒരു സൾഫർ സൾഫൈഡ് ആയിട്ട് ഇതിനുള്ളിൽ കയറും. Na4FeCN5NOS. അപ്പോൾ ഇതിന് പേര് വിളിക്കും സൾഫൈഡോ. S2- ഇതിൽ വരുന്നത് സൾഫൈഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കാം ലിഗാൻഡിന്. സൾഫൈഡോ സോഡിയം നൈട്രോപ്രസൈഡ് ഫോം ചെയ്യും, അല്ലെങ്കിൽ സൾഫോ നൈട്രോപ്രസൈഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സൾഫൈഡോ നൈട്രോപ്രസൈഡ് ആണ്, സോഡിയം നൈട്രോപ്രസൈഡ് ആണ് ഈ കോമ്പൗണ്ട്. ഇതിനെന്ത് കളറുണ്ട്? വയലറ്റ് കളർ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളറുണ്ട്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ സൾഫർ ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ ഒരു കോമ്പൗണ്ടാണ് അനലൈസ് ചെയ്യാൻ പണ്ട് കൊടുക്കാറുള്ളൂ, ഇപ്പോൾ അതും കൊടുക്കാറില്ല. തയോ സൾഫേറ്റുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൾഫറുള്ള കോമ്പൗണ്ടുകളൊക്കെ വരുമ്പോൾ തയോ സൾഫേറ്റൊക്കെ സാധാരണ കൊടുക്കുക. എനിവേ അതിപ്പോൾ ഇല്ല. അപ്പോൾ സൾഫറിൻ്റെ ടെസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കുക, നെഗറ്റീവായിട്ട് നിങ്ങൾ എഴുതണം, ഉണ്ടായില്ല എന്ന് എഴുതി വെക്കേണ്ടി വരും. ഈ സൾഫറിൻ്റെ ടെസ്റ്റ് എന്തെങ്കിലും വൈവയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ കെമിസ്ട്രി മുഴുവൻ പറഞ്ഞു തരുന്നത്. വൈവയ്ക്ക് ഇതൊക്കെ ചോദിച്ചളയും. ഓക്കെ, അപ്പോൾ സൾഫർ. അപ്പം 3 ടെസ്റ്റാണ് ഇതിനുള്ളത്. നൈട്രജൻ എലമെന്റ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള 3 ടെസ്റ്റുകളുള്ള. അപ്പോൾ പ്രിലിമിനറി ടെസ്റ്റ് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അത് കാര്യമായിട്ട് പഠിക്കാനെന്ന് ഞാൻ കൂടുതൽ പറഞ്ഞിരുന്നില്ല. രണ്ടാമത്തെ ടെസ്റ്റാണ് എന്താ പറയുക, എലമെന്റ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ലസൈൻസ് ടെസ്റ്റ്. ഓക്കെ, അതിൽ 3 ടെസ്റ്റുകളാണുള്ളത്. ടെസ്റ്റ് ഫോർ നൈട്രജൻ, ടെസ്റ്റ് ഫോർ ഹാലജൻസ്, ടെസ്റ്റ് ഫോർ സൾഫർ. അതിൻ്റെ കെമിസ്ട്രി ഉൾപ്പെടെ ഞാൻ പറഞ്ഞു. ഇനി എന്താ പറയുക, മൂന്നാമത്തെ കാറ്റഗറി ടെസ്റ്റാണ് ടെസ്റ്റ് ഫോർ ക്യാരക്ടറിസ്റ്റിക് ഗ്രൂപ്പ്സ്. അപ്പോൾ അതിൽ ആദ്യത്തെ ടെസ്റ്റാണ് ടെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ കോമ്പൗണ്ട് ഈസ് അരോമാറ്റിക് ഓർ ആലിഫാക്റ്റിക്. നമ്മൾ ഇങ്ങനെയാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്, ടെസ്റ്റ് ഫോർ അരോമാറ്റിസിറ്റി. അത് അതിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വലിയ സാധ്യത പുറത്തു പോകും. മനസ്സിലായില്ല? ടെസ്റ്റ് ടു ഐഡന്റിഫൈ വെദർ ദ കോമ്പൗണ്ട് ഈസ് അരോമാറ്റിക് ഓർ ആലിഫാക്റ്റിക്. ഈ ടെസ്റ്റ് ഇതാണ്. ആദ്യത്തെ ടെസ്റ്റ് ഇഗ്നിഷൻ ടെസ്റ്റ് എന്ന് പറയും. ടെസ്റ്റ് വളരെ എളുപ്പമാണ്. ചെറിയ എമൗണ്ട് സബ്സ്റ്റൻസ്, നിക്കൽ സ്പാറ്റുല എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ സ്പൂണ് പോലുള്ള സാധനം, പലരും സ്പൂൺ എന്നൊക്കെ പറയപ്പെടുന്നത്, അതിനെങ്ങനെ സ്പാറ്റുല എന്താ പറയുക, സ്പാറ്റുല എന്നറിയപ്പെടുന്നത്, സ്പൂണല്ല സ്പാറ്റുല. അത് വുഡൻ സ്പാറ്റുല ഉണ്ട്. വുഡൻ സ്പാറ്റുല നമ്മൾ വീട്ടിൽ ഈ നോൺ സ്റ്റിക് കുക്ക്വെയറിലൊക്കെ സാധനങ്ങൾ ഇളക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ വുഡൻ സ്പാറ്റുല. ഇത്തിരി വലുതെന്ന് മാത്രം. ഇത് നിക്കലിൻ്റെ സ്പാറ്റുല. ഈ നിക്കൽ സ്പാറ്റുല നല്ലോണം ടെമ്പറേച്ചർ താങ്ങുന്ന സാധനമാണ്, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പാറ്റിലേക്കാളും കുറച്ചുകൂടിയും നല്ലത് കെമിസ്ട്രിക്ക് പറയുന്നത് നിക്കൽ സ്പാറ്റിലെയാണ്. ഇനിവേ അതാണ് ഉപയോഗിക്കാറ്. എൻ്റെ പർപ്പസ് എന്താണെന്ന് എനിക്കറിയില്ല. ഇനിവേ കൊറോഷൻ റെസിസ്റ്റൻസ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തോട്ടെ, ഈ നിക്കൽ സ്പാറ്റുലയിൽ നമ്മൾ ഈ കുറച്ച് കോമ്പൗണ്ട് എടുത്ത് ബർണറിൽ അതിൻ്റെ റെഡ് ഹോട്ട് ആ ഏരിയയിൽ, അതായത് നോൺ ലൂമിനസ് ഫ്ലെയിം എന്ന് പറയാം. ഫ്ലെയിമിൻ്റെ 3 പാർട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ എന്താ പറയുക, ലൂമിനസ് പാർട്ട്, അതിൻ്റെ സെൻറ്ററിലെ കോറ്, പിന്നെ അതിന് മുകളിലുള്ള ഏറ്റവും മുകളിൽ വരുന്ന കോണിക്കൽ ഷേപ്പിൽ മുകളിൽ വരുന്ന കളറില്ലാത്ത ഭാഗം, അവിടെ ഏറ്റവും കൂടുതൽ ചൂടുള്ളത്, അവിടെ നോൺ ലൂമിനസ് ഫ്ലെയിം എന്ന് പറയാം. ആ നോൺ ലൂമിനസ് ഫ്ലെയിമിൽ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, നല്ല കറുത്ത പുകയിൽ കത്തുകയാണെങ്കിൽ, കറുത്ത പുകയോടുകൂടി കത്തുകയാണെങ്കിൽ, മണ്ണെണ്ണയൊക്കെ കത്തില്ല, നമ്മൾ മണ്ണെണ്ണ ഡീസൽ കത്തണ പോലെ കത്തി കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയും സ്മോക്കി ഫ്ലെയിം എന്ന് പറയാം. സ്മോക്കി ഫ്ലെയിം.
നല്ല കറുത്ത പുകയോടുകൂടി മണ്ണെണ്ണ കത്തണ പോലെ കത്തി കഴിഞ്ഞാൽ സ്മോക്കി ഫ്ലെയിം. അത് മനസ്സിലായോ? നല്ല പെട്ടെന്ന് തീ പിടിക്കും. നമ്മൾ മെഴുകുത് കത്തണുണ്ടല്ലേ, മെഴുക്, പാരഫിൻ വാക്സൺ അങ്ങനെ കത്തുക. എന്താ അല്ലെങ്കിൽ അരോമാറ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തണുണ്ടല്ലേ, നല്ല കറുത്ത പുകയിൽ ഇങ്ങനെ വന്നിട്ട് അതുപോലൊരു കത്തലാണ്. അത് പ്രസൻസ് ഓഫ് അരോമാറ്റിക് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ സ്മോക്കി ഫ്ലെയിം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അരോമാറ്റിക് സബ്സ്റ്റൻസ്. ചില ഗ്ലൂക്കോസ് പോലെയുള്ള ചില സാധനങ്ങൾ അല്ലെങ്കിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസുകളൊക്കെ ഇങ്ങനെ മുഴുവൻ കത്തില്ല, ഇങ്ങനെ പൊട്ടി 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 നിൽക്കുള്ളൂ. മനസ്സിലായി? ഏതെനോളോ ഈ ആൾക്കോള് കത്തണുണ്ടാ, പ്രത്യേകിച്ച് കളറൊന്നുമില്ല, ഇങ്ങനെ നോൺ ലൂമിനസ് ആയിട്ട് ഇങ്ങനെ കത്തും. പക്ഷെ അതിന് പുക നോൺ സ്മോക്കി ഫ്ലെയിം എന്ന് പറയാം. സൂത്തി ഫ്ലെയിം അല്ലെങ്കിൽ നോൺ സൂത്തി ഫ്ലെയിം അല്ലെങ്കിൽ നോൺ സ്മോക്കി ഫ്ലെയിം രണ്ടും പറയാറുണ്ട്. ഇവിടെ നമ്മൾ സ്കീമിൽ കാണിച്ചത് നോൺ സ്മോക്കി ഫ്ലെയിം. ക്ലിയർ ആയോ? ഈ ഓർഗാനിക് സബ്സ്റ്റൻസ് നിക്കൽ സ്പാറ്റിൽ കത്തിക്കുമ്പോൾ നോൺ സ്മോക്കി ഫ്ലെയിമാണ് ഉണ്ടാവണമെങ്കിൽ അത് ആലിഫാറ്റിക് സബ്സ്റ്റൻസാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒരു ആലിഫാറ്റിക് സബ്സ്റ്റൻസ് ഉള്ളൂ. ഏതാ? ഗ്ലൂക്കോസ്, റിഡ്യൂസിങ് ഷുഗർ എന്ന് പറയും. അപ്പോൾ അത് കാണുമ്പോൾ കൃത്യമായിട്ട് അറിയാം കത്തുമ്പോൾ. ബാക്കിയുള്ളതൊക്കെ ഈ സൂത്തി ഫ്ലെയിം അല്ലെങ്കിൽ ഈ നോൺ സ്മോക്കി ഫ്ലെയിം വെച്ച് കത്തുക ഒക്കെ അരോമാറ്റിക് സബ്സ്റ്റൻസ് ആണ്. പിന്നെ ഒരു ആലിഫാറ്റിക് സബ്സ്റ്റൻസ് നിങ്ങൾക്ക് തരുന്നത് യൂറിയയാണ്, ഡയമൈഡ് എന്ന് പറയും. മനസ്സിലായല്ലോ? അതിനും ആകെ 2 ആലിഫാറ്റിക് സബ്സ്റ്റൻസ് അനലൈസ് ചെയ്യാനുള്ളൂ. ഓക്കെ, എന്തുകൊണ്ട് ഇതിന് കാര്യങ്ങൾ കെമിസ്ട്രി തരുന്നില്ല. അതിന്റെ കാരണം ഇതാണ്, ഈ അരോമാറ്റിക് സബ്സ്റ്റൻസ് നല്ല സ്മോക്കി ഫ്ലെയിം ഉപയോഗിച്ച് കത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥതാണ് ഈ പെർസെൻറ്റേജ് ഓഫ് കാർബൺ അതിൽ കൂടുതലാണ്. ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ ഹൈഡ്രജൻ ഒക്കെ ഉണ്ട്. അതിൽ കാർബണിന്റെ പെർസെൻറ്റേജ് കൂടുമ്പോഴാണ് സ്മോക്കി ഫ്ലെയിം ഉണ്ടാവുക. അരോമാറ്റിക് സബ്സ്റ്റൻസിൽ ഈ പറയുന്ന പെർസെൻറ്റേജ് ഓഫ് കാർബൺ കൂടുതലാണ് കമ്പയർഡ് ടു ആലിഫാറ്റിക് സബ്സ്റ്റൻസ്. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത് സ്മോക്കി ഫ്ലെയിം ഉണ്ടാവുന്നത്. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ കെമിസ്ട്രി ഇത്രേ ഉള്ളൂ. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈസ് മച്ച് ഹയർ കമ്പയർഡ് ടു ആലിഫാറ്റിക് സബ്സ്റ്റൻസ്, then it will burn with a smoky flame. രണ്ടാമത്തെ ടെസ്റ്റാണ് നൈട്രേഷൻ ടെസ്റ്റ്. A little of the substance is boiled with 2 ml of nitrating mixture on a water bath for 15 minutes and poured into a cold water in a beaker, taken in a beaker. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ അറിയണം. എന്താണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ? നൈട്രേറ്റിംഗ് മിക്സ്ചർ നിങ്ങൾ അരോമാറ്റിക് നൈട്രേഷൻ പഠിച്ചിട്ടുണ്ട്. അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവുന്ന എൻ്റെ ഒരു ഓർമ്മ. ബേസിക് മെക്കാനിസം ആണ്. ഒരു വീലൻ്റ് അയൺ ഫോർമേഷനും അതിൻ്റെ സ്റ്റെബിലിറ്റിയും അങ്ങനെ ഈ നൈട്രോബെൻസിൻ ഫോം ചെയ്യുന്ന റിയാക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അവിടെ നൈട്രേറ്റ് മിക്സർ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ. എന്താ നൈട്രേറ്റ്? അക്വാറീജിയ പഠിച്ചിട്ടുണ്ട്, നൈട്രേറ്റ് മിക്സർ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ മാറരുത്. നൈട്രേറ്റ് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രിക് ആസിഡും H2SO4 1:2 റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ നൈട്രേറ്റ് മിക്സർ എന്ന് പറയാം. ഏത് ആസിഡുകളാണ്? HNO3, കോൺസെൻട്രേറ്റ് HNO3, പിന്നെ ഏതാ? കോൺസെൻട്രേറ്റ് H2SO4. ഏത് റേഷ്യോയിൽ എടുക്കണേ? 1:2. ഏതാണ് കൂടുതലുള്ളത്? സൾഫ്യൂരിക് ആസിഡ് ആണ് 2 പാർട്സ് വേണ്ടത്. അപ്പോൾ അത് നൈട്രേറ്റ് മിക്സ്ചർ എന്ന് പറയും. എന്നിട്ട് വാട്ടർ ബാത്ത് ബീക്കറിൽ ഒരു പകുതിയിലധികം വെള്ളം വെച്ച് നിങ്ങൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ വാട്ടർ ബാത്താണ്. വാട്ടർ ബാത്തിൻ്റെ ആവശ്യം എന്നിട്ട് അപ്പോൾ വാട്ടർ ബാത്തിൻ്റെ ടെമ്പറേച്ചർ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി വിട്ടും വ്യത്യാസം വരില്ല, കുറയൂല കൂടൂല. മനസ്സിലായില്ല? ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ബാത്ത് നമ്മൾ ഉപയോഗിക്കുക. അതായത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വാട്ടർ ബാത്തിൽ നമ്മളിത് നൈട്രേറ്റ് മിക്സറായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ എടുത്ത് വയ്ക്കും. ചിലപ്പോൾ അരമണിക്കൂർ വയ്ക്കേണ്ടി വരും കേട്ടോ. 15 മിനിറ്റായി നോർമലി എല്ലാ സാധനങ്ങളും റിയാക്ഷൻ നടക്കും. അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഐസ് കിടക്കുന്ന വെള്ളത്തിലേക്കാണ് ഒഴിക്കുമ്പോൾ ഒരു കളർലെസ് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അത് ആലിഫാറ്റിക് സബ്സ്റ്റൻസാണ്. ഈ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് അരോമാറ്റിക് സബ്സ്റ്റൻസാണ്. എന്തുകൊണ്ടാണ് ഈ യെല്ലോ? നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കളർ ഗിവിങ് ഗ്രൂപ്പ്. നമ്മൾ അതിന് പ്രത്യേക പേര് പറയും, ക്രോമഫോർ എന്നൊക്കെ വിളിക്കുക. നിങ്ങൾ പിന്നീട് പഠിക്കും. ഡൈ എന്ന് പറയുന്ന തിയറി ഒക്കെ ഉണ്ട്, തിയറി ഓഫ് ഡൈസ്. കളർ ഗിവിങ് കോമ്പൗണ്ടാണ് ഡൈസ്. അപ്പം നൈട്രോ ഗ്രൂപ്പ് വൈറ്റ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു ഡെഫിനിറ്റ് വേവ് ലെങ്ത്, അതുകൊണ്ട് ആ സബ്സ്റ്റൻസ് പ്രത്യേക കളറിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കളറായിട്ടുള്ള യെല്ലോ കളറിൽ അപ്പിയർ ചെയ്യും. അപ്പോൾ നൈട്രോ ഗ്രൂപ്പുകളുള്ളതൊക്കെ ഏറെക്കുറയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കോമ്പൗണ്ടുകളും നൈട്രോ ഗ്രൂപ്പുള്ളതിനൊക്കെ യെല്ലോ കളർ ഉണ്ടെന്നുള്ള അർത്ഥം. നൈട്രോ ഗ്രൂപ്പിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് ആ കളർ ഇൻറ്റൻസിഫൈ ചെയ്ത് വരും. അപ്പോൾ ഇവിടെ നൈട്രേറ്റ് മിക്സറായിട്ട് നമ്മൾ റിയാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് അരോമാറ്റിക് സബ്സ്റ്റൻസ്. ഇനി അതിൻ്റെ കെമിസ്ട്രി നോക്കി. HNO3 H2SO4 വേണ്ടി 1:2 റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോൾ നൈട്രേറ്റ് മിക്സറായി. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്
നൈട്രോണിയം അയോൺ എന്ന് പറയുന്ന ഇലക്ട്രോഫൈലാണ് ഉണ്ടാകുന്നത്. ആ ഇലക്ട്രോഫൈൽ അരോമാറ്റിക് സബ്സ്റ്റൻസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ഫൈനൽ പ്രോഡക്റ്റ് എന്താ, നൈട്രോ ഡെറിവേറ്റീവ് ഉണ്ടാവും. ഏത് അരോമാറ്റിക് കോമ്പൗണ്ട് നമ്മളെടുത്ത് അതിൻ്റെ നൈട്രോ ഡെറിവേറ്റീവ്. ബെൻസിൻ ആണെങ്കിൽ നൈട്രോ ബെൻസിൻ. ബെൻസിൻ ലിക്വിഡാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഇനിവേ ഇത് റിയാക്ഷൻ കഴിഞ്ഞാൽ ഇത് സോളിഡായി മാറും. ഇനി നാഫ്തലീനാണ് സാധാരണ തരിക, നാഫ്തലീന് കിട്ടും, നൈട്രോ നാഫ്തലീൻ ഉണ്ടാവും. മനസ്സിലായല്ലോ അല്ലേ? ഇതിന് യെല്ലോ നൈട്രോ ഗ്രൂപ്പുള്ള എല്ലാ കോമ്പൗണ്ടിനും എന്തുണ്ട്, യെല്ലോ കളറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നൈട്രോ ഗ്രൂപ്പ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്ന എന്താ പ്രൈമറി കണ്ടീഷൻ, അരോമാറ്റിക് റിങ് അതിനകത്ത് വേണം. അരോമാറ്റിക് റിങ് കോമ്പൗണ്ടിലേ ഈ നൈട്രേഷൻ നടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ നൈട്രേറ്റ് മിക്സറായിട്ട് റിയാക്ഷൻ നടത്തി എന്താ പറയുക 15 മിനിറ്റ് ചൂടാക്കി തണുപ്പിച്ച വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മീനിങ് എന്താ, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മീനിങ് എന്താ, അതിലൊരു അരോമാറ്റിക് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത്. അതായത് അരോമാറ്റിസിറ്റിയുടെ അതല്ല നമ്മൾ പറഞ്ഞേ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് പ്രസൻസ് ഓഫ് അരോമാറ്റിക് സബ്സ്റ്റൻസ്. മനസ്സിലാക്കാന്ന് ഞാൻ വിചാരിക്കണം. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക, കെമിസ്ട്രി ഉൾപ്പെടെ എഴുതി വയ്ക്കുക, എന്നിട്ട് പഠിക്കുക. അതൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് എല്ലാം കൂടി എഴുതാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറേശ്ശെ ഞാനൊരു 25 മിനിറ്റ് 1/2 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ ഒരു ദിവസം. എനിവേ, ഇനി അടുത്ത് ടെസ്റ്റ് ഫോർ സാച്ചുറേഷൻ. ഒരു കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് കണ്ടെത്താൻ. എന്താ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാർബൺ ആ ഒരു കോമ്പൗണ്ടിൽ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് വിളിക്കുക അല്ലേ. ഇനി എങ്ങനെ അതിനെ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞേ. ടെസ്റ്റ് ചെയ്യാൻ 2 ടെസ്റ്റുകളുണ്ട്. 3 ടെസ്റ്റ് ഉണ്ട് സ്കീമിൽ, 2 മതി നമുക്ക്. അതിൽ ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ ഒരു ബെയേഴ്സ് റിയേജന്റ് ടെസ്റ്റ് എന്ന് പറയാം. ബെയേഴ്സ് റിയേജന്റ് ടെസ്റ്റ്. ബെയേഴ്സ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോൾഡ് വെരി ഡൈല്യൂട്ട് KMnO4 ആണ് ഈ ബെയേഴ്സ് റിയേജന്റ്. ഈ നമ്മുടെ ടെസ്റ്റ് തന്നിട്ടുള്ള അനാലിസിസ് തന്നിട്ടുള്ള കോമ്പൗണ്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ എടുക്കും. എന്നിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ കോൾഡ് ഡൈല്യൂട്ട് KMnO4 ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ പിടിച്ച് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ഒരു ഫില്ലറുണ്ട് അല്ലെങ്കിൽ ഡ്രോപ്പറുണ്ട്, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ഒഴിക്കും. ഓരോ ഡ്രോപ്പ് വീഴുമ്പോഴും അതിന്റെ കളറ് ഡീകളറൈസ് ചെയ്ത് പോകുന്നതാണ് വെപ്പ്. വീഴുന്ന KMnO4ന്റെ കളറ് ഡീകളറൈസ് ചെയ്ത് പോകും. അത് ഇമ്മീഡിയറ്റ് ഡീകളറൈസേഷൻ ഉണ്ടാവും, സ്ലോ ഡീകളറൈസേഷൻ ഉണ്ടാവും. KMnO4 ഒരു ഓക്സിഡൈസിങ് ഏജന്റ് നിങ്ങൾക്കറിയാം ഇല്ലേ. അപ്പോൾ സ്ലോ ഡീകളറൈസേഷൻ നടക്കുന്ന എപ്പോഴാണ്, തന്നിട്ടുള്ള സബ്സ്റ്റൻസ് എളുപ്പം ഓക്സിഡൈസ് ചെയ്യാവുന്ന സാധനമാണെങ്കിൽ ഈ സ്ലോ ഡീകളറൈസേഷൻ ഉണ്ടാവും. ഈ KMnO4ന്റെ കളർ പർപ്പിൾ കളർ ഡിസ്ചാർജ് ചെയ്ത് പോകും. മനസ്സിലായല്ലോ അല്ലേ. പക്ഷേ അൺസാച്ചുറേഷൻ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഒഴിക്കുന്ന ഇൻസ്റ്റന്റിൽ തന്നെ അതിന്റെ കളർ അങ്ങ് പോകും. ഇമ്മീഡിയറ്റ് ഡീകളറൈസേഷൻ, അത് അൺസാച്ചുറേഷൻ ടെസ്റ്റാണ്. അപ്പോൾ പ്രസൻസ് ഓഫ് ഇമ്മീഡിയറ്റ് ഡീകളറൈസേഷൻ എന്നെന്താ, പ്രസൻസ് ഓഫ് അൺസാച്ചുറേറ്റഡ് സബ്സ്റ്റൻസ്. ഇവിടെ ഇതിൽ തെറ്റിട്ടുണ്ട്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. മനസ്സിലായല്ലോ അല്ലേ. ഇമ്മീഡിയറ്റ് ഡീകളറൈസേഷൻ ആണെങ്കിൽ പ്രസൻസ് ഓഫ് അൺസാച്ചുറേറ്റഡ് സബ്സ്റ്റൻസ്. അത് ഇവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ. പ്രസൻസ് ഓഫ് അൺസാച്ചുറേറ്റഡ്, ഇതൊരു നെഗറ്റീവ് ടെസ്റ്റാണ്. അതായത് നമ്മുടെ ഒബ്സർവേഷൻ എന്താ, ഡീകളറൈസേഷൻ ആണ്. ഡീകളറൈസേഷൻ നടക്കുന്ന എപ്പോഴാണ്, അൺസാച്ചുറേറ്റഡ് കേസിലാണ് ഡീകളറൈസേഷൻ നടക്കുക, ഇമ്മീഡിയറ്റ് ഡീകളറൈസേഷൻ. അപ്പോൾ പ്രസൻസ് ഓഫ് അൺസാച്ചുറേറ്റഡ് സബ്സ്റ്റൻസ്. ഇനി ഡീകളറൈസേഷൻ ഇല്ലെങ്കിലോ ഇവിടെ എഴുതുന്നത് എന്താ, നോ ഡീകളറൈസേഷൻ, എന്താ പ്രസൻസ് ഓഫ് സാച്ചുറേറ്റഡ് സബ്സ്റ്റൻസ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഇമ്മീഡിയറ്റ് ഡീകളറൈസേഷൻ ആണെങ്കിൽ പ്രസൻസ് ഓഫ് അൺസാച്ചുറേറ്റഡ് സബ്സ്റ്റൻസും, നോ ഡീകളറൈസേഷൻ ആണെങ്കിൽ എന്താ, പ്രസൻസ് ഓഫ് സാച്ചുറേറ്റഡ് സബ്സ്റ്റൻസും ആണ്. ക്ലിയർ അല്ലേ. അതെ. ഇനി ചില കേസിൽ സ്ലോ ഡീകളറൈസേഷൻ ഉണ്ടാവും, ഈസിലി ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ് ആണെങ്കിൽ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ടെസ്റ്റിന്റെ ഇൻഫറൻസ്. നമ്മളിപ്പോഴും 3 കോളത്തിൽ വരയ്ക്കുക. എക്സ്പീരിമെന്റ് കോളം, ഒബ്സർവേഷൻ കോളം, ഇൻഫറൻസ് കോളം എന്ന് മനസ്സിലായില്ലേ. എക്സ്പീരിമെന്റ് നമ്മൾ ചെയ്യുന്ന പാർട്ടാണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നതോ നമുക്ക് കിട്ടേണ്ട ഒബ്സർവേഷൻ, നമ്മൾ എന്താ ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അതിൽ നമ്മൾ എടുക്കുന്ന കൺക്ലൂഷനാണ് ഇൻഫറൻസ്. അതിന് ആ ടെസ്റ്റിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായത് എന്താണെന്നുള്ള ഇൻഫറൻസ് കോളം. അപ്പൊ ഇങ്ങനെ 3 കോളത്തിൽ തന്നെ നിങ്ങൾ എഴുതണം അനാലിസിസിന്. അതോ ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ഇനോർഗാനിക് അനാലിസിസും ഉണ്ട്, മിക്സഡ് അനാലിസിസും ഉണ്ട്. അതിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഈ ടെസ്റ്റുകളല്ല എന്ന് മാത്രം. അയോണുകളും റാഡിക്കൽസും ഒക്കെ വേറെയാണത്. മനസ്സിലായില്ലോ. അപ്പൊ സ്ലോ ഡീകളറൈസേഷൻ എന്ന് എഴുതും, പ്രസൻസ് ഓഫ് ഈസിലി ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ്. ഈ രണ്ടാമത്തെ ടെസ്റ്റ്, എ ലിറ്റിൽ ഓഫ് സബ്സ്റ്റൻസ് ഈസ് ഷേക്കൺ വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്രോമിൻ വാട്ടർ. ബ്രോമിൻ വെള്ളത്തിൽ കലക്കിയിട്ട് 2% സൊല്യൂഷൻ അല്ലെങ്കിൽ 5% സൊല്യൂഷൻ ഒക്കെയാണ് ഇത് ബ്രോമിൻ വാട്ടർ എന്ന് പറയാം.
10% വേണം. അപ്പോൾ കൂടുതൽ ബ്രോമിൻ ഉണ്ടായാൽ അത് നമുക്ക് ഇൻഹേൽ ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അതങ്ങനെ ശ്രദ്ധിക്കാറില്ല, അത്ര നോക്കാറില്ല. ഒരു 2% 5% ഒക്കെ ആകുമ്പോൾ നിർത്തും. വെള്ളത്തിൽ കുറച്ച് ബ്രോമിൻ കലക്കിയതാണ് ബ്രോമിൻ വാട്ടർ. അതിന് നല്ല ബ്രൗണിഷ് കളർ ഉണ്ടാവും, ബ്രൗൺ കളർ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ സബ്സ്റ്റൻസ് വെള്ളത്തിലേക്ക് ടെസ്റ്റ് ട്യൂബിലെടുത്ത്, ചെറിയ ടെസ്റ്റ് ട്യൂബ്, സെമി മൈക്രോ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്ന ഇത്രയും നീളം ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. വലിയ ടെസ്റ്റ് ട്യൂബുകളൊക്കെ ഉണ്ട്, അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ എക്സാമിന് കൊണ്ട് അതിന് മാർക്ക് കുറയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് സെമി മൈക്രോ അനാലിസിസ് ആണ് വേണ്ടത്. സെമി മൈക്രോ അനാലിസിസിനുള്ള ടെസ്റ്റ് ട്യൂബാണ്. ഇപ്പോൾ അത് മൈക്രോ അനാലിസിസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബ്രോമിൻ വാട്ടർ ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡീകളറൈസേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രസൻസ് ഓഫ് അൺസാച്ചുറേറ്റഡ് സബ്സ്റ്റൻസ് ആണ്. ക്ലിയർ ആയോ? ഡീകളറൈസേഷൻ ഇല്ലെങ്കിലോ പ്രസൻസ് ഓഫ് സാച്ചുറേറ്റഡ് സബ്സ്റ്റൻസ് ആണ്. ഇതിന്റെ കെമിസ്ട്രി വേണമെങ്കിൽ നോക്കാം. കെമിസ്ട്രി ഓഫ് ബെയേഴ്സ് ടെസ്റ്റ് നോക്കിയേ. ഒരു അൺസാച്ചുറേറ്റഡ് സബ്സ്റ്റൻസ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഡബിൾ ബോണ്ട് ഉള്ളത്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുണ്ട്. ആൽക്കീൻസ് ഇവിടെ 6 എന്തും ആവാം, 6 ഗ്രൂപ്പുകൾ, ആലിഫാറ്റിക് അരോമാൻ. അത് കോൾഡ് ഡൈല്യൂട്ട് KMnO4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ടിലേക്ക് ഒരേ സൈഡിൽ സിൻ ഹൈഡ്രോക്സിലേറ്റിംഗ് ഏജന്റ് എന്ന് വിളിക്കുക, ഒരേ സൈഡിലേക്ക് 2 OH ഗ്രൂപ്പ് ആഡ് ചെയ്യും. നമുക്ക് ഒരേ സൈഡിൽ 2 സൈഡിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ ഓരോ ഡബിൾ ബോണ്ടിനും എന്താ ഈ KMnO4 റിയാക്ട് ചെയ്യും. കോമ്പൗണ്ടിലുള്ള ഡബിൾ ബോണ്ടുകൾക്ക് അനുസരിച്ച് KMnO4 റിയാക്ട് ചെയ്ത് അത് MnO2 ആയിട്ട് മാറിപ്പോകും. ഇവിടെ പൊട്ടാസ്യത്തിന്റെ മറ്റ് സോൾട്ടുകളൊക്കെ ഒപ്പം വരും, ഞാൻ റിക്വയർഡ് ക്വാണ്ടിറ്റി വരും. അപ്പോൾ KMnO4 റിയാക്ഷൻ കഴിയുമ്പോൾ സംഭവിക്കും, ഈ ആൽക്കീൻ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആൽക്കീൻ ഈ പറയുന്ന ഈ ഡൈഹൈഡ്രോക്സി കോമ്പൗണ്ടായി മാറിക്കഴിയുമ്പോൾ ഈ KMnO4 MnO2 ആയിട്ട് മാറും. KMnO4 പർപ്പിൾ കളർ ഉള്ളത്, MnO2 സ്ലൈറ്റ് ബ്രൗണിഷ് കളറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഫിസിക്കലായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്താ, KMnO4 ഓരോ ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ ഓരോ ഡ്രോപ്പിന്റെ കളർ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് ഡീകളറൈസേഷൻ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ. ഇതൊക്കെ എഴുതി പഠിക്കണം, പരീക്ഷിച്ച് നോക്കും. നിങ്ങൾ ടെസ്റ്റ് കിട്ടുന്ന എല്ലാത്തിനും നിങ്ങൾ ഈ കെമിസ്ട്രി ഒപ്പം എഴുതണം എന്ന് പറയപ്പെടണേ. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇത് എഴുതേണ്ടി വരും. അതുപോലെ ആൽക്കീൻ ആണെങ്കിൽ സെയിം റിയാക്ഷൻ. ബേസിക് റിയാക്ഷൻ എന്താ? സിൻ ഡൈഹൈഡ്രോക്സി കോമ്പൗണ്ട് ഫോം ചെയ്യണം, ആൽക്കീൻ ആണെങ്കിലും ആൽക്കൈൻ ആണെങ്കിലും. അതിൽ ഒപ്പം തന്നെ എന്ത് സംഭവിക്കും? KMnO4 MnO2 ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? KMnO4ന്റെ പർപ്പിൾ കളർ ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഈ ബ്രോമിൻ വാട്ടർ ഇതുപോലെ തന്നെ ഒരു ആൽക്കീൻ, ഇപ്പൊ ഇത് എതിരിനോട് കാണിച്ചിട്ടുള്ളത് ഏത് ആൽക്കീൻ? ഇവിടെ 6 ഏത് ഗ്രൂപ്പ് ആവട്ടെ, അരോമാറ്റിക് ആവട്ടെ അലിഫാറ്റിക് ആവട്ടെ, ബ്രോമിൻ വാട്ടറിൽ ബ്രോമിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്ത് പോകും. ഈ ബ്രോമിൻ ഈ കോമ്പൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യും, അത് ഒരേ സൈഡിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ബ്രോമിൻ വാട്ടറും ഈ പറഞ്ഞ ബ്രൗണിഷ് കളർ ഉള്ളത് ഒഴിക്കുമ്പോൾ ഡീകളറൈസ് ചെയ്ത് ഈ സാധനം കോമ്പൗണ്ട് ഫോം ചെയ്യും. ബ്രോമിൻ്റെ കളർ ഡിസ്ചാർജ് ചെയ്ത് പോകുകയാണ് ചെയ്യുക. അത് ഒന്നിച്ചോടെ ഒഴിക്കില്ല ചെയ്യുക, ഓരോ ഡ്രോപ്പ് ഒഴിച്ച് നോക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് കളർ ഡിസ്ചാർജ് ഉണ്ടോ വരും. മനസ്സിലായി ഞാൻ വിചാരിക്കണേ? കെമിസ്ട്രി ഓഫ് ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്. അപ്പോൾ ഈ മുൻപത്തെ ടെസ്റ്റ് ഏതാ? ബെയേഴ്സ് റിയേജ് ടെസ്റ്റ് എന്തിനുള്ളതാ? സാച്ചുറേഷൻ അൺസാച്ചുറേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ബ്രോമിൻ വാട്ടർ ടെസ്റ്റോ അതും ഇതിന് തന്നെയുള്ളതാണ്. ഓക്കെ, ഇനി ഡിറ്റക്ഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഗ്രൂപ്പിൽ 2 കഴിഞ്ഞു. ഏതാ? ടെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ കോമ്പൗണ്ട് ഈസ് അരോമാറ്റിക് ഓർ ആലിഫാറ്റിക്. രണ്ടാമത്തെ ടെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ കോമ്പൗണ്ട് ഈസ് സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്. അതിന് സബ് ഡിവിഷൻസ് ഉണ്ട്, 2 ടെസ്റ്റ് വെച്ച ഓരോന്നിനും ഉണ്ട്. മനസ്സിലായല്ലോ അല്ലേ? ഇനി അടുത്ത എന്താ പറയുക, മൂന്നാമത്തെ ടെസ്റ്റ് ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4. ഈ കോൺസെൻട്രേറ്റഡ് H2SO4 കൈകാര്യം ചെയ്യുമ്പോൾ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. എന്താ കാരണം? വെള്ളത്തിൽ കോൺസെൻട്രേറ്റഡ് H2SO4 വീണാലത്തെ കഥ നിനക്കറിയാലോ, എക്സ്പ്ലോസീവ് റിയാക്ഷനാണ്. എന്താ പറയുക, വളരെ ഹൈലി എക്സോതെർമിക് ആണ്. ഈ H2SO4 വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വെള്ളം ഡൈല്യൂഷൻ വരുമ്പോൾ അതുകൊണ്ട് ചില പൊട്ടിത്തെറിയാനൊക്കെ സാധ്യതയുണ്ട്. ഡൈല്യൂഷനൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാവൂ. ടെസ്റ്റ് ട്യൂബ് ഡ്രൈ അല്ലെങ്കിൽ ഡ്രൈ ബർണർ ഉപയോഗിച്ച് ചൂടാക്കി ഡ്രൈ ആക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാം. മനസ്സിലായല്ലോ അല്ലേ? അതുപോലെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടാക്കേണ്ട ടെസ്റ്റാണ്. ഇത് നല്ല ചൂടായിരിക്കും. ഇത് കഴിയുമ്പോൾ നിങ്ങൾ സാധാരണ ലിക്വിഡ് ആയിട്ടുള്ള സിംഗിൾ ഒഴിക്കും, സോളിഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുക ചെയ്യാം. ഇത് ലിക്വിഡ് ആയിട്ട് നിങ്ങൾ സിംഗിൾ ഒഴിക്കുമ്പോൾ ചൂടാണെങ്കിൽ പൊട്ടിത്തെറിക്കും, നിങ്ങളുടെ മേലേക്കൊക്കെ തെറിച്ച് വീഴും. വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ടെസ്റ്റാണ്, വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഈ ടെസ്റ്റ് H2SO4 മേലായി പൊള്ളുന്ന സാധനമാണ്. പല അപകടങ്ങളും ലാബിൽ ഉണ്ടായിട്ടുള്ള H2SO4 ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം, കെയർഫുൾ ആയാൽ മതി. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കൂ, ടെസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുക. എ ലിറ്റിൽ ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് വാംഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. ഒരു സ്പെക്ക് സബ്സ്റ്റൻസ്, ഒരു
എന്താ പറയുക, സ്പാറ്റുലയിൽ ഒരു കുറച്ച് സബ്സ്റ്റൻസ്, സ്പെക്ക് എന്ന് പറയാം, തരി, ഒരു തുള്ളി എന്നൊക്കെ ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തരി സബ്സ്റ്റൻസ് ടെസ്റ്റ് ട്യൂബിലിട്ട് കോൺസെൻട്രേറ്റ് H2SO4 വളരെ കെയർഫുള്ളായിട്ട് എനിക്ക് കുറച്ച് ഒഴിക്കുക. ഒരു 1/2 ml 1 ml ഒഴിച്ച് നോക്കാം. അപ്പോൾ ഒഴിച്ച് ഒഴിക്കുമ്പോൾ റിയാക്ഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചൂടാക്കി നോക്കണം. ചെറുതായിട്ടൊന്ന് വാം ചെയ്യാം. ചിലപ്പോൾ കുറച്ചും കൂടി ശക്തിയായി ചൂടാക്കേണ്ടി വരും. അപ്പോൾ എന്തിനു ചൂടാക്കേണ്ട ആവശ്യം? ഒരു റിയാക്ഷൻ ചൂടാകുമ്പോൾ അതിൻ്റെ ആക്ടിവേഷൻ എനർജി ആവശ്യത്തിന് കിട്ടും. അപ്പോൾ റിയാക്ഷൻ ഫാസ്റ്റർ ആവും. അതാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ ചൂടാക്കാണ്ട് തന്നെ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് വാം ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ H2SO4 ആയിട്ട് കോൺസ്റ്റന്റ് H2SO4 ആയിട്ട് സബ്സ്റ്റൻസ് വാം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒബ്സർവേഷൻസ് ഇതൊക്കെയാണ്. ചാറിങ് വിത്ത് എഫർവസൻസ് വിത്ത് സ്മെൽ ഓഫ് ബേൺഡ് ഷുഗർ. പഞ്ചസാര കരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്, കരാമൽ സ്മെല്ല്. അതുണ്ടാവും ചോദിക്കണേ. നല്ല ഈ സൊല്യൂഷൻ നല്ല കറുത്ത് വരും. അത് കാർബോഹൈഡ്രേറ്റ് ഷുഗറുകളോ, കാർബോഹൈഡ്രേറ്റിൽ പെടുന്ന ഒരു സബ് ക്ലാസ് ആണ് ഏത്? ഷുഗർ, റെഡ്യൂസിങ് ഷുഗർ. പഞ്ചസാരയൊക്കെ അതുപോലത്തെ വരും. അത് നോൺ റെഡ്യൂസിങ് ഷുഗറാണ് ഈ സുക്രോസ്. എന്തുകൊട്ടെ? അപ്പോൾ ഈ ചാറിങ് വിത്ത് എഫറസൻസ് വിത്ത് സ്മെൽ ഓഫ് ബേൺ ഷുഗർ ഉണ്ടെങ്കിൽ ഈ എഫറസൻസ് എന്തിൻ്റെ ആയിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്നർത്ഥം. ഷുഗറുകളോ നോൺ റെഡ്യൂസിങ് ഷുഗറുകളോ ഒക്കെ ആവാം ഇതിൽ. ഇനി അടുത്ത് ചിലപ്പോൾ കേസിൽ ഈ കോമ്പൗണ്ട് ഗ്രാജുവലായിട്ട് ചൂടാക്കുമ്പോൾ ഡിസോൾവ് ചെയ്ത് പോകും. അപ്പോൾ അത് അരോമാറ്റിക് ഹൈഡ്രോ കാർബണിൻ്റെ ഇൻഡിക്കേഷനാണ്, പ്രസൻസ് ഓഫ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. ചില കേസിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആദ്യം ഫോം ചെയ്യും, പിന്നെ അത് എക്സസ് ആസിഡ് ഒഴിക്കുമ്പോൾ ഡിസോൾവ് ചെയ്യും. അപ്പോൾ അത് അരോമാറ്റിക് ആയിട്ടുള്ള അമീനുകളുടെ ഒരു ഇൻഡിക്കേഷനാണ്. 3 ഒബ്സർവേഷൻ നോക്കി. ഇത് ഇനി ഒബ്സർവേഷൻസ് ഉണ്ട്. ഇത് 3 നമുക്ക് സാധ്യതയുള്ളൂ. അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ചാറിങ് വിത്ത് എഫറസൻസ് സ്മെൽ ഓഫ് ബേൺ ഷുഗർ ആണെങ്കിൽ പ്രസൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഡിസോൾവ് ഗ്രാജുവലി ഓൺ ഹീറ്റിംഗ്, പ്രസൻസ് ഓഫ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. മൂന്നാമത്തെ വൈറ്റ് precipitate which dissolved in excess of acid, presence of aromatic hydrocarbons, presence of basic substances like aromatic substance. ഇനി 3 ഒബ്സർവേഷൻ കിട്ടിയില്ലെങ്കിലോ നിങ്ങൾ എഴുതേണ്ടത് എന്താ? ഒന്നിലധികം ഒബ്സർവേഷൻ ഉള്ള കേസിൽ, നമ്മളിവിടെ കിട്ടാത്ത കേസിൽ നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ എഴുതാം. നമുക്ക് കിട്ടേണ്ട ഒബ്സർവേഷനൊന്നും ഇല്ല. മറ്റു പല ഒബ്സർവേഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് സൾഫ്യൂരിക് ആസിഡ് കേസിൽ മറ്റു പല ചിലപ്പോൾ മഞ്ഞ കളർ, ചിലപ്പോൾ ബ്രൗണിഷ് കളർ, ചിലപ്പോൾ റെഡ് കളറൊക്കെ ഫോം ചെയ്യും. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നോട്ട് ചെയ്താൽ മതി. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തെഴുതും? നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ. ഇൻഫ്ലുവൻസ് കോളത്തിൽ എന്തെഴുതും? നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ ക്യാരക്ടറിസ്റ്റിക്കായി നമുക്ക് കിട്ടുന്നത് ഇതൊക്കെയാണ്: കാർബോഹൈഡ്രേറ്റ്, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, പിന്നെ ഏതാ അരോമാറ്റിക് അമീൻ പോലത്തെ സാധനങ്ങൾ. അപ്പം ഇതൊന്നും ഇല്ല നിങ്ങൾക്ക് എഴുതിക്കാം. ആബ്സെൻസ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് എന്ന് എഴുതി വയ്ക്കാം. അപ്പം അത് ഡി ആയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തില്ലെന്ന് മാത്രം. ഞാൻ കെമിസ്ട്രി നോക്കിക്കോളൂ. നോക്കൂ, സോറി ഞാൻ ബാക്കിലേക്ക് പോയി തെറ്റിപ്പോയി. നോക്കൂ, ഈ കാർബോഹൈഡ്രേറ്റിന് കെമിസ്ട്രി ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് ടെസ്റ്റ്. ഈ കാർബോഹൈഡ്രേറ്റിന് ഇപ്പോൾ ഗ്ലൂക്കോസ് തന്നെ ടിപ്പിക്കൽ എക്സാമ്പിൾ കാണിക്കുന്നത്. ഗ്ലൂക്കോസും H2SO4 കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഈ H2SO4 ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് സബ്സ്റ്റൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. വെള്ളം വലിച്ചെടുക്കുന്ന സാധനമാണ്. ഇതിലെ വാട്ടർ കണ്ടന്റ് ഇത് മുഴുവൻ വലിച്ചെടുക്കും. അവസാനം ഈ കാർബൺ 6 കാർബൺ ആറ്റം മാത്രം ബാക്കി വരും. ഈ കാർബൺ കരിയായിട്ടാണ് കിട്ടുക. കരി പ്ലസ് ഈ H2SO4 വാട്ടറും കൂടിയുള്ള അഡക്റ്റാണ് കിട്ടുന്നത്. H2SO4 H2 ആണ് വലിച്ചു പിടിക്കുന്നത്. അപ്പോൾ ഈ ചാർക്കോൾ കറുത്ത നിറത്തിലുണ്ടാവുക. അതുകൊണ്ടാണ് ഈ ചാറിങ് വിത്ത് ബ്ലാക്ക് കളർ, ബ്ലാക്കനിങ് വരുന്നത്. മനസ്സിലായില്ല? ബി ഫോർ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിൽ എന്ത് കിട്ടും നോക്കി. ബെൻസീനാണ് കാണിച്ചിട്ടുള്ളത്. കോൺസ്റ്റന്റ് H2SO4. ബെൻസിൻ അല്ലെങ്കിലും 2 ലെയറായിട്ട് നിൽക്കും. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. വേറൊരു ലെയറായിട്ട് നിൽക്കാം. നമ്മൾ ഓയിലും വാട്ടറും കൂടി ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് അങ്ങനെ 2 ലെയറായിട്ട് അതുപോലെ നിൽക്കും ഈ ബെൻസിൻ. നാഫ്തലീനാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. അതുകൊണ്ട് ഇവിടെ നാഫ്തലീൻ കാണിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ നാഫ്തലീനോ ബെൻസിനോ ആണെങ്കിൽ കോൺസ്റ്റന്റ് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടെ റിഫ്ലക്സ് ഫോർ സെവറൽ അവേഴ്സ് എന്ന് പറയുന്നുണ്ട്. അത് കംപ്ലീറ്റ് റിയാക്ഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് കംപ്ലീറ്റ് റിയാക്ഷൻ ഇൻഡിക്കേഷൻ മതിയല്ലോ നമുക്ക്. അതുകൊണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കോൺസ്റ്റന്റ് H2SO4 ആയിട്ട് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ഇവിടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. സോഡിയം ബെൻസിൻ സൾഫോണിക് ആസിഡ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ഫോം ചെയ്യും. ബെൻസിൻ സൾഫോണിക് ആസിഡ് ഇത് സൊല്യൂബിളാണ്. ഇതിൽ H2SO4 സൊല്യൂബിൾ ആയിക്കളയും. സോഡിയം ഇത് പോളാറാണ്. പോളറായിട്ടുള്ള ആസിഡ് ഡിസോൾവ് ചെയ്യും. അപ്പോൾ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള സാധനം കോൺസ്റ്റന്റ് H2SO4 ഒഴിച്ച് ചൂടാക്കുമ്പോൾ ഡിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തർത്ഥം? അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, പ്രസൻസ് ഓഫ് അരോമാറ്റിക് ഹൈഡ്രോ.
ഇപ്പം മുമ്പ് പറഞ്ഞു നോക്കി, ഡിസോൾവ് ഗ്രാജുവലി ഓൺ ഹീറ്റിംഗ്, പ്രസൻസ് ഓഫ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. വൈറ്റ് precipitate which dissolved in excess of acid, presence of basic substance like aromatic amines. മനസ്സിലായല്ലോ അല്ലേ? ഇതുപോലെ 3 ടെസ്റ്റും അതിന് കെമിസ്ട്രി ആകുമ്പോൾ അത്യാവശ്യം ഒരു 15-20 മിനിറ്റ് ആവും. അത് മതി പ്രാക്ടിക്കൽ അവറുകളിൽ, 1 അവറിന് അത്രയും. അപ്പോൾ 4 അവർ 5 അവർ ഉള്ളപ്പോൾ അനുസരിച്ച് കൂട്ടാൻ നോക്കാം, കുറച്ചുകൂടി കൂട്ടാൻ ഞാൻ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത് മതി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ നിങ്ങളൊരു നോട്ട്ബുക്കിൽ ഇതൊക്കെ എഴുതി വെക്കുക, കെമിസ്ട്രി ഉൾപ്പെടെ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അനാലിസിസ് വരുമ്പോൾ ഞാൻ ഇതൊക്കെ കാണിച്ചു തരും എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സ്പീഡ് ചെയ്ത് പോയി തവണ നമുക്ക് പ്രശ്നം വരും. എന്തായാലും ഒരു ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും റെഗുലർ വർക്ക് തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ.